ഹായ് പ്യാരെ വെച്ച സാറാണ്. വളരെ വേഗത്തിൽ നമുക്ക് ഈ വരുന്ന പബ്ലിക് പരീക്ഷയിൽ 4 മാർക്ക് നേടിയാലോ? യെസ്, എല്ലാ മക്കളും ശ്രദ്ധിച്ചോളൂ. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു പാഠഭാഗമായിരുന്നു നമ്മുടെ ഈ അധ്യയന വർഷത്തെ ആദ്യത്തെ പാഠഭാഗം, പേഡ് എന്ന് പറയുന്ന പാഠഭാഗം. സംബന്ധ് പെഹ്ചാനെ ഓർ ജോഡെ ബനായെ എന്നാണ് നമ്മുടെ ചോദ്യം. അപ്പോൾ നമുക്ക് 2 കോളം തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് മനസ്സിലാൻ വേണ്ടി എ ബി എന്ന് നമുക്ക് എന്ത് ചെയ്യാം, കൊടുക്കാം. അതിൽ ഒന്നാമത്തെ കോളത്തിൽ ധൂപ്പ് എന്നുണ്ട്, മിട്ടി എന്നുണ്ട്, പാനി എന്നുണ്ട്, ഫൂൽ എന്നുണ്ട്. അപ്പോൾ ധൂപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം വെയിലാണ്. മിട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മണ്ണാണ്. പാനി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെള്ളമാണ്. ഫൂൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൂവാണ്. അപ്പൊ നമുക്ക് ഓപ്ഷൻ ബി കോളുണ്ട്. അപ്പൊ നമുക്ക് ഈ 4 സിമ്പിൾ ആയിട്ട് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ കഴിഞ്ഞാൽ എളുപ്പത്തിൽ നമുക്ക് ഇത് എന്ത് ചെയ്യാൻ പറ്റും, ഇത് യോജിപ്പിക്കാൻ വേണ്ടിയിട്ട് സാധിക്കും. അപ്പൊ നമുക്കറിയാം നമ്മുടെ മരം ഒരുപാട് വസ്തുക്കളെ തുന്നി ചേർത്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അതുമായി കണക്ട് ചെയ്തിട്ടാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ ധൂപ്പ് എന്നതുകൊണ്ട് നമുക്ക് ഉദ്ദേശിക്കുന്നത് എന്താ, ചായ അല്ലെ, തണലായിരുന്നു. അപ്പൊ അത് നമുക്ക് ഇവിടെ അടിപൊളിയായിട്ട് എഴുതി കൊടുക്കാൻ പറ്റും. പിന്നെ മിട്ടി, മണ്ണ് അല്ലെ, മണ്ണ് എന്താണ്, രംഗാണ് അല്ലെ, നിറമായിരുന്നു മണ്ണിന് നമുക്ക് അനുയോജ്യമായത് വരുന്നത്. പിന്നെ അതേപോലെ പാനി എന്താ, ആകാശാണ് അല്ലെ, ആകാശം അല്ലെങ്കിൽ ആസ്മാൻ എന്നൊക്കെ നമുക്ക് പറയും. പിന്നെ ഏറ്റവും ഫൂൽ അല്ലെ, ഫൂല് നമ്മൾ ഏതായിരുന്നു, പശ്മീനെ അല്ലെ, ഫൂൽസിലെ പശ്മീനെ നമ്മൾ ആ കവിതയിൽ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ മനോഹരമായിട്ടുള്ള പേഡ് എന്നുള്ള പാഠഭാഗത്തിൽ നിന്നും ഏറ്റവും സിമ്പിളായിട്ട് 4 മാർക്ക് നേടാൻ കഴിയുന്ന ഒരു ചോദ്യമായിരുന്നു ഇത്. സിമ്പിളായിട്ട് എല്ലാ മക്കളും എന്ത് ചെയ്യുക, ഐഡന്റിഫൈ ചെയ്ത് മനസ്സിലാക്കി വെക്കാം. ബൈ.